ഒരു പുതിയ സിറ്റി ഉണ്ടാക്കിയിരിക്കുന്നു. ഞാൻ കാണാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. സർപ്രൈസ് ആയിട്ട് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്ന സുഹൃത്തുക്കളെ. ഞാൻ ഈ മെഗാ റാമ്പിൽ വന്ന് വീഴത്തോളൂ. ബിക്കോസ് അങ്ങനെയാണ് സംഭവം. ഞാൻ ഡേറ്റ സേവ് ചെയ്ത് വെച്ചേക്കുവാണ്. ജസ്റ്റ് ഡേറ്റ സേവ് എന്ന് പറയുമ്പോൾ മനസ്സിലായി കാണുമല്ലോ നിങ്ങൾക്ക്. നമ്മളെ ഡേറ്റ അതായത് സിറ്റി ഉണ്ടാക്കിയിട്ട് RGS മോഡിൽ ചെന്നിട്ട് RGS ടൂളിലേക്ക് RGS ടൂളിൽ ചെന്നിട്ട് ഡേറ്റ സേവ് എന്ന് കൊടുത്താൽ അത് ഡേറ്റ സേവ് ആയിക്കോളും. നമ്മൾ തറയിൽ വീണ ആദ്യം തന്നെ കൊള്ളാം. നമ്മൾ തറയിൽ വീണിട്ടുണ്ട് നൈസായിട്ട്. നമ്മളെ ഡേറ്റ സേവ് ചെയ്ത് വെച്ചോണ്ടേ കാണിച്ചത് എന്തൊക്കെയാണ് വന്നതെന്ന്. ആദ്യം വന്നതെന്ന് പറയാനായിട്ടുള്ളത് ഇൻഫിനിറ്റി ഹെൽത്ത് എടുക്കാൻ മറന്നുപോയി. ഇൻഫിനിറ്റി ഹെൽത്ത് ഒന്ന് എടുത്തേക്കാം. 912 ഓക്കെ. ആദ്യം കുറച്ച് ബസ് സ്റ്റോപ്സ് എല്ലാം വന്നായിരുന്നു. ഇനി ബസ് സ്റ്റോപ്സാണ് വന്നതെന്ന് തോന്നുന്നു. നമ്മുടെ ടാങ്ക് കാണണ്ട തോട്ടിപ്പോയി കിടക്കുന്നത്. ആദ്യം ബസ് സ്റ്റോപ്സ് ഒക്കെ ആണ് വന്നത്. ഞാനാണ് ഉണ്ടാക്കിയത്. ഓക്കെ. പിന്നെ ചലഞ്ച് ഞാൻ എടുത്തതെന്ന് പറയുമ്പോൾ ചലഞ്ച് വെറുതെ ഒന്ന് നോക്കാൻ വേണ്ടി എടുത്തത്. പിന്നെ ഞാൻ ആ ചലഞ്ച് ചെയ്യുന്നതായിരിക്കും കേസ്. ഓക്കെ. അത് ആ ചലഞ്ച് താറ് വെച്ചിട്ടുള്ള ചലഞ്ചാണ് കേസ്. നമുക്ക് വളച്ചിട്ടൊക്കെ ഓടിച്ച് നമ്മളെ സ്ഥലത്തോട്ട് പോവുക. അത് തന്നെ കുറച്ച് കൂടുതൽ ബിൽഡിങ് വന്നു. ആദ്യത്തെ തെളിവ് ഇതാണ് കേസ്. നിങ്ങൾക്ക് കാണാൻ തോന്നുന്നു. ഇവിടെ കണ്ടോ, ഇവിടെ ഞാൻ ഉണ്ടാക്കിയ ബിൽഡിങ് ഇതൊക്കെ അല്ല. ഇവിടെ അങ്ങനെ ഇല്ലായിരുന്നു, ഒരു ബിൽഡിങ് ഇല്ലായിരുന്നു. ഇവിടെ കണ്ടോ, ഈ ബിൽഡിങ്ങാണ് കാണാൻ തോന്നുന്നു. ഓക്കെ. ഞാൻ വെടിവെക്കുന്ന ബിൽഡിങ്. യെസ്, ആ ബിൽഡിങ്ങാണ്. ആ ബിൽഡിങ് അവിടെ ഇല്ലായിരുന്നു. ഞാൻ പിന്നെ അത് ശരിയാക്കിയതാണ്. പിന്നെ ഒത്തിരി ബസ് സ്റ്റോപ്സ് എല്ലാം ഞാൻ വെച്ചിട്ടുണ്ട്. എൻ്റെ പുതിയ വീടില്ലേ കേസ്, അതൊരു ബിസിനസ് സ്ഥലമാക്കി കളഞ്ഞു ഞാൻ. എൻ്റെ പണ്ടത്തെ വീട്ടിൽ മാറ്റമൊന്നുമില്ല കേസ്. പിന്നെ പുതിയ വീട്ടിൽ ഞാൻ ഒത്തിരി സംഭവങ്ങളൊക്കെ എല്ലാം വെച്ചിട്ടുണ്ട്. കേസ് ഇത് എന്തോന്ന് ചോദിക്കല്, ഇതൊരു ബസ് സ്റ്റേഷൻ പോലെ വെച്ചിരുന്നത്. ബസ് ഞാൻ ഇവിടെ വെച്ചായിരുന്നു. ബസ് ഡീസ്പോൺ ആയി കേസ്. ഇതൊരു ബസ് സ്റ്റേഷനാണ്. ബസ് നമുക്ക് ഓടിച്ച് ഇവിടെ കൊണ്ടുവരാം. ബസ് സ്റ്റോപ്പ് ഉണ്ടായിട്ട് ഞാൻ ബസ് സ്റ്റേഷൻ വെച്ചതാണ്. ഓക്കെ. പിന്നെ നമ്മളെ പണ്ടത്തെ വീട്ടിൽ ഞാനൊന്നും ചെയ്യില്ല. പോലീസ് സ്റ്റേഷൻ കുറച്ച് അപ്ഗ്രേഡ് ചെയ്തായിരുന്നു കേസ്. ഞാൻ കാണിക്കാം നിങ്ങൾക്ക്. ഞാൻ വളച്ചൊന്ന് എടുക്കട്ടെ കേസ്. പെട്രോൾ പമ്പ് തന്നെ അത്രയും അപ്ഗ്രേഡ് ചെയ്തില്ല കേസ്. പെട്രോൾ പമ്പിൻ്റെ അടുത്താണ് ഞാൻ ഈ സ്റ്റേഷൻ കൊണ്ടുവന്ന് വെച്ചേക്കുന്നത്. ബിക്കോസ് ബസ്സൊക്കെ പെട്രോൾ പമ്പിൻ്റെ അടുത്തല്ലേ നിർത്തുന്നത്. നമ്മൾ ബസ്സൊക്കെ ഓട്ടിച്ചിങ്ങനെ സിറ്റി കടങ്ങി ഇറക്കാം കേസ്. ഈ സിറ്റി നിങ്ങൾക്ക് വേണമെങ്കിൽ ലിങ്ക് താഴെ കാണും. എന്നാലും നിങ്ങൾ ഈ സിറ്റി എടുത്ത് ട്രൈ ചെയ്യുക കേസ്. ഇതൊരു ബസ് സ്റ്റോപ്പാണ്. ഇനി ഒത്തിരി ബസ് സ്റ്റോപ്പൊക്കെ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. കണ്ടു കാണും നിങ്ങൾ ബസ് സ്റ്റോപ്പ്. അവിടെ കണ്ടിട്ടുണ്ടെന്ന് തോന്നുന്നു. നമ്മൾ ഈ സിറ്റി മുഴുവൻ നമ്മളുണ്ടാക്കിയ സിറ്റിയിൽ തന്നെ നമ്മളൊരു സ്റ്റോറി ഉണ്ടാക്കും. ഇത് ഈ വില്ലേജ് ഉണ്ടോ ഗേസ്? ഈ വില്ലേജിൻ്റെ അടുത്ത് ഞാൻ കുറച്ച് NPCനെ കൂട്ടിയിട്ടുണ്ട്. ആണ് ഗേസ്, വില്ലേജിൻ്റെ അടുത്ത് NPC നടക്കുന്നുണ്ടോ? അത് ഞാൻ കൂട്ടിയതാണ്. ഓക്കെ. പിന്നെയും ഒത്തിരി സംഭവങ്ങളുണ്ട്. ഞാൻ ഈ സിറ്റി മുഴുവൻ അത്രയൊന്നും ചെയ്യില്ല. എന്നാലും ഞാൻ കുറച്ച് കഴിയുമ്പോൾ നല്ലപോലെ ചെയ്യുന്നതായിരിക്കും സുഹൃത്തുക്കളെ. നമ്മളെ വീട്ടിൽ നമ്മളൊരു ബിസിനസ് സ്ഥലമാക്കി. നമ്മളിപ്പോൾ പണ്ടത്തെ വീടാണ് ഉപയോഗിക്കുന്നത്. നമുക്ക് നമ്മളെ വീട്ടിലൊന്ന് പോയി നോക്കാം. അതിന് മുമ്പ് ഞാൻ ഇവിടെ ഒത്തിരി പണികളൊക്കെ എല്ലാം ചെയ്തിട്ടുണ്ട്. നമ്മൾ കാണിക്കുന്നതായിരിക്കും. നമ്മളൊരു സ്കൂള് പണിഞ്ഞായിരുന്നു കേസ്. സ്കൂള് പിന്നെ പോലീസ് സ്റ്റേഷൻ കുറച്ച് ബെറ്റർ ആക്കിയായിരുന്നു. പോലീസ് സ്റ്റേഷനിൽ വണ്ടിയെല്ലാം ഇട്ട്, വണ്ടി ഡീസ്പോൺ ആയോന്നൊന്നും എനിക്കറിയത്തില്ല. പോലീസ് സ്റ്റേഷനിൽ ഒത്തിരി വണ്ടിയും ഒത്തിരി സിറ്റിയൊക്കെ എല്ലാം ഞാൻ സീനാക്കി. നമ്മളെ വീടെത്താറായി സുഹൃത്തുക്കളെ. നമ്മളെ വീട് ഇതെങ്ങാണ്ടാണ്. അവിടെ പോലീസ് സ്റ്റേഷൻ ഞാൻ സെറ്റാക്കിയായിരുന്നു. പക്ഷെ പോലീസ് സ്റ്റേഷനിൽ ഇതെടുക്കാൻ പറ്റത്തില്ല കേസ്. അത് വേറൊരു കാര്യം. ഇവിടെ പാർക്കിംഗ് ഏരിയ ആണ്. പക്ഷേ ഇവിടെ ആരും ഒന്നും കൊണ്ടുവന്നില്ല കേസ്. ഇവിടെ പാർക്കിംഗ് ഏരിയ പൊളിയല്ലേ. ഇതാണ് കേസ് ഞാൻ അപ്ഗ്രേഡ് ചെയ്ത പോലീസ് സ്റ്റേഷൻ. പിന്നെ സ്കൂൾ ഞാൻ കാണിക്കാം. അയ്യോ, നമ്മളെ വണ്ടിയെല്ലാം ഡീസ്പോൺ ആയി കേസ്. അത് വേറൊരു കാര്യമാണ്. വണ്ടി ഡീസ്പോൺ ആവും. സാറില്ല, വണ്ടി ഡീസ്പോൺ ആയത് സാറില്ല കേസ്. നമ്മൾ ഇത് കാണിക്കാം. നമ്മൾ പട്ടാളത്തിൽ നിന്ന് വരുക. അയ്യോ, എൻ്റെ തലയിടിച്ച് വീഴാ അമ്മച്ചേ കേസ്. ഞാൻ ബൊമ്മ പോകുന്ന പോലെ പോന്നു. എടാ എഴുന്നേക്കടാ. നിൻ്റെ എഴുന്നേക്കുന്ന സമയം കൊണ്ട് ഞാൻ പോയി ബർഗർ തിന്നിട്ട് വരും. ഇവിടെ മെഗാറാമ്പ് പോലത്തെ സംഭവം വെച്ചിട്ടുണ്ട് ഞാൻ. ഇവിടെ ഒക്കെ ഒത്തിരി വണ്ടി വെച്ചിരുന്ന കേസ്. വണ്ടിയെല്ലാം പോയി. നമുക്ക് ആദ്യം തൊട്ട് ഇനിയും വിളിക്കാം വണ്ടിയെല്ലാം. ഈ സ്ഥലത്ത് ഒരു പോലീസിൻ്റെ, ആ സ്ഥലത്ത് NPCസിൻ്റെ വണ്ടി വെച്ചിരുന്നതാണ്. സാരമില്ല കേസ്, ഡീസ്പോൺ ആയി പോവും വണ്ടിയെല്ലാം. ഞാൻ പാർക്കിംഗ് ഏരിയയിലും കുറച്ച് വെച്ചിരുന്ന കേസ്. മറ്റേ നിങ്ങൾ വിചാരിക്കും ബസ് സ്റ്റോപ്പാണ്. എൻ്റെ പുതിയ വീട്ടിലുള്ളത് അത് ബസ് സ്റ്റോപ്പല്ല കേസ്, പാർക്കിംഗ് ഏരിയ ആണ്. അതിന് മുമ്പ് നമുക്കിവിടെ
പോലീസുകാരെല്ലാം വിളിച്ചെടുത്തിട്ട് ഇവിടെ മുഴുവൻ പോലീസിൻ്റെ ഏരിയ. 911 പോലീസുകാരെ വിളിക്കാനുള്ള നമ്പറോ എന്താണ് എഴുതി വച്ചേക്കുന്നത്? യെസ്, പോലീസുകാരെ ഇവിടെ കണ്ടോ? പോലീസ് എന്ന് കഴിഞ്ഞിട്ട് 911 എന്നുണ്ട്. 101 ഒത്തിരി എണ്ണം വിളിക്കണം. 101. ഓക്കെ, ഞാൻ പിന്നെ ഡേറ്റ സേവ് ചെയ്തതാണ്. ഓക്കെ, ഡേറ്റ സേവ് എന്ന് കൊടുത്താൽ മതി. ആദ്യം മുന്നിൽ ഇവിടെ മുഴുവൻ പോലീസുകാരന്മാരുടെ വണ്ടിയാണ്. പോലീസ് ഒരു ബൊലാരോ വിളിച്ചാലോ? ബൊലാരോയുടെ നമ്പർ എന്തായിരുന്നു? 3100 അങ്ങാണ്ടോ ബൊലാറോടെ. ബൊലാരോ വന്നു. പിന്നെ നമുക്കൊരു സാധാരണ പോലീസുകാരും കൂടെ വിളിക്കാം. മുകളിൽ വരുന്നേ സാധാരണ. ഓക്കെ, വിളിച്ചിട്ടുണ്ട് സുഹൃത്തുക്കളെ. ഇത്രയേ ഉള്ളു, കാർസ് എല്ലാം ഇത്രയേ ഉള്ളു. എന്നാലും എന്തോ ചെയ്യാനാണെന്ന് പറ. ഓക്കെ, ഇനി നമുക്കിവിടെ NPCൻ്റെ കാറ് വിളിക്കാം. കാറ് ഡീസ്പോൺ ആവുന്നവരെ പ്രശ്നമാണ് കേസ്. പിന്നെ ഒത്തിരി സംഭവം ഞാൻ ചെയ്തിട്ടുണ്ട്. NPCയുടെ കാറ് 700. ഇവിടെ എപ്പോഴും കാണുന്ന കാറ് വിളിക്കാം കേസ്. ഇപ്പം എപ്പോഴും കാണുന്ന ഈ ലംബോർഗിനി പിന്നെ ബുഗാട്ടി ഒക്കെ അല്ലേ, അന്നേരം ബുഗാട്ടി ലംബോർഗിനി ഒക്കെ വിളിക്കാം. ഇവിടെ ബൈക്കൊന്നും ഇല്ലല്ലോ. 800 ബുഗാട്ടി സുപ്രയൊന്നുമില്ല. പിന്നെ കോയിനസൊക്കെ എന്ന് പറയുന്നൊരു വണ്ടിയുണ്ട് ഇവിടെ എപ്പോഴും. ഈ 3 വണ്ടി ഉള്ളു. ഉണ്ട് കേസ്. 4000 വരുന്ന നമ്മളെ പോർഷയുണ്ട്. 90 പോർഷ. ഇത്രയും വണ്ടി ഈ സിറ്റിയിൽ ഓടുന്നുള്ളൂ, വേറൊരു വണ്ടിയും ഓടുന്നില്ല ഈ സിറ്റിയിൽ. പോർഷ. നമ്മൾ കുറച്ചൊന്ന് ദൂരെ പോയാൽ മതി കേസ്, ഇത് ഡീസ്പോണായി പോവും. 4000 വരുന്ന പോർഷ. ഓക്കെ, പോർഷ വന്നു. ഇത്രയും വണ്ടി ഇവിടെ ഓടത്തോളൂ. നമുക്ക് നമ്മളെ ടാങ്ക് ഇവിടെ ഇട്ടേക്കാം കേസ്. ടാങ്ക് പോലീസുകാരന്മാർക്ക് വേണ്ടിയല്ല, എന്നാലും നമുക്ക് ടാങ്ക് അമ്മമാർക്ക് കൊടുത്തേക്കാം. അമ്മമാരുടെ ടാങ്ക് അല്ലേ, അമ്മമാരെ എടുത്തുകൊണ്ട് പോട്ടെ. എന്തെങ്കിലും അമ്മമാർ പുഴുങ്ങി തിന്നോട്ടെ, ടാങ്ക് പുഴുങ്ങി തിന്നോട്ടെ അമ്മമാർ കേസ്. നമുക്ക് ഇങ്ങോട്ടേക്ക് കയറ്റാം ടാങ്ക്. ടാങ്കിനെ വെളിയെ കൊണ്ടുപോകുന്നത് എങ്ങനെയാണെന്ന് എൻ്റെ അടുത്ത് ചോദിക്കല്ലേ. അമ്മമാരെങ്ങനെയാണ് കൊണ്ടുപോയിക്കോളും. എടാ കയറാ ടാങ്ക്. യെസ്, ടാങ്ക് കയറ്റി നമ്മൾ. അയ്യോ, നമ്മളിറങ്ങി. അമ്മ പണി കിട്ടി കേസ്. ഓക്കെ, നമുക്ക് നമ്മൾ ഏറിയെന്ന്. നമുക്കിനി എന്തോ വിളിച്ചിട്ട് പോകണം കേസ്. എന്തെങ്കിലും വിളിച്ചിട്ട് പോവാം കേസ്. പിന്നെ കാർ ഷോറൂമിൽ പുതിയൊരു ഫോർച്യൂണർ ഞാൻ ഇട്ടായിരുന്നു കേസ്. പക്ഷേ ഫോർച്യൂണർ വരുന്നില്ല. ഞാൻ കാർ ബൈ കൊടുത്തിട്ട് കാർ ഷോറൂമിലൊന്നും വരുന്നില്ല കേസ്. ഞാൻ നോക്കൂ, നിങ്ങൾ നോക്കോ. കാർ ബൈ നിങ്ങൾക്കറിയാമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക കേസ്. എങ്ങനെ അടിക്കേണ്ടതെന്ന് എനിക്ക് അറിയത്തില്ല. കാർ ബൈ. ഓക്കെ, ഒന്നും വരുന്നില്ല കേസ്. എന്നാൽ മിക്സ് ചെയ്തങ്ങ് അടിക്കാതെ. കാർ ബൈ. ഓക്കെ, കാർ ബൈ വരുന്നില്ല. ബൈക്ക് കാറെന്ന് കൊടുത്താലും വരത്തില്ല. പിന്നെ എന്താ ചെയ്യാനാ? കാർസ് ഒന്ന് കൊടുക്കണോ? കാർസ് ഒന്ന് കൊടുത്ത് നോക്കാം. കാർസ് ബൈ കാർസ് ബൈ എന്ന് കൊടുത്തപ്പം വരുന്നില്ല. അത്രേ ഉള്ളൂ. നിൽക്കണോ വണ്ടിക്കാരാ? യെസ്, എനിക്ക് ഇനി പുതിയ വണ്ടി വിളിക്കാൻ വയ്യ. ഞാൻ ഈ വണ്ടി ഓടിച്ചിട്ട് പോവാം. നിർത്തണോ? താങ്കൾ നിർത്തിക്കണോ? നമുക്ക് മാറി പോണോ യെസ്. പിന്നെ പുതിയ ഒത്തിരി സംഭവങ്ങൾ ഞാൻ വരുത്തിച്ചിട്ടുണ്ട്. ഇവിടെ ഒരു മെഗാറാമ്പ് നിങ്ങൾക്ക് കാണാൻ തോന്നുന്നു, ഒരു വൈറ്റ് കളർ മെഗാറാമ്പ് 2 ഞാൻ വരുത്തിച്ചിട്ടുണ്ട്. ഓക്കെ, സ്പിന്നിങ് വീല് ഒത്തിരി സംഭവങ്ങൾ ഞാൻ ഇവിടെ വരുത്തിച്ചിട്ടുണ്ട്, അതെല്ലാം കാണിക്കാം. പിന്നെ നമ്മളെ ഇത് പാർക്കിംഗ് ഏരിയ ആണ്. പാർക്കിംഗ് ഏരിയ നമുക്ക് ഈ വണ്ടി കൊണ്ടുവന്നില്ല കേസ്. കോയിസൊക്കെ കിടക്കട്ടെ. പാർക്കിംഗ് ഏരിയയിൽ ഇതാണ് നമ്മളെ വീട്ടിൽ. ഇവിടെ വേണമെങ്കിൽ 2 വണ്ടി ഇടാം, ഒരു ബൈക്കും ഒരു കാറും. പക്ഷെ ഞാൻ ഇപ്പോൾ ഇടുന്നില്ല. പിന്നെ ഇവിടെ ഒരു ബിസിനസ്സിൻ്റെ സ്ഥലം നടക്കുവാണ്. പിന്നെ മെഗാറാമ്പ് അത് നേരത്തെ ഉള്ളതാണ്. മെഗാറാമ്പ് ഞാൻ ഉണ്ടാക്കിയതാണ് ഗീസ്. ഓക്കെ, അത് ഞാൻ ഉണ്ടാക്കിയതാണ്. പിന്നെ നമ്മൾ ഇതുവഴി ചാടുമ്പോൾ നമുക്ക് കാണാം ഒരു ബിസിനസ്സിൻ്റെ സ്ഥലം. ഗീസ്, ഇതിപ്പോൾ എൻ്റെ വീടല്ല, ഇത് സോമൻ്റെ വീടാണ്. സോമൻ്റെ വീടല്ല, ഈ ഷിമ്മിയുടെ വീടായത്. ഷിമ്മിയുടെ വീടായത്. ഇതാണല്ലോ ഗീസ്, ഇവിടെ ഒരു വലിയ ബിൽഡിംഗ് ഒക്കെയാണ്. ഷിമ്മിയുടെ വീടാണ്. ഷിമ്മി ഇവിടെ എൻ്റെ അടുത്ത് കുറച്ച് നാളത്തേക്ക് താമസിക്കാൻ പറഞ്ഞാണ്. ഗീസ്, ഷിമ്മിയുടെ സ്വിമ്മിങ് പൂളൊക്കെ ഉണ്ട്. എൻ്റെ വീട്ടിൽ വെള്ളമില്ല, സ്വിമ്മിങ് പൂൾ ഉണ്ടായിരുന്നു. ഷിമ്മിയുടെ വീട് പൊളിച്ച് ഷിമ്മിയുടെ വീടിൻ്റെ അകത്ത് ബിൽഡിങ് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് അമ്മമാർ. അതാണ് ഗീസ് വീടിൻ്റെ അകത്ത് ബിൽഡിങ് വെച്ചേക്കുന്നത്.
ആ വീടിൻ്റെ അകത്ത് ബിൽഡിങ് വെച്ചേക്കുന്നത് അവരുടെ സീക്രട്ട് മുറിയാണ് ഗേസ്. അവർ വീടിൻ്റെ അകത്ത് ആരെങ്കിലും വരുവാണെങ്കിൽ അവർ സംസാരിക്കാൻ വേണ്ടി വെച്ചേക്കുക. ഓ മോനെ കേസ്, അയ്യോ ഇപ്പം എങ്ങനെയാണെങ്കിൽ ഞാൻ മാറാ. ഓ കേസ് മോഡോൺ ആയി കിടന്നതാ. മോഡോണ് മനസ്സിലായി. മോഡ് ഓഫ് ഞാൻ ചെയ്യട്ടെ. മോഡ് ഓഫ് ചെയ്യാൻ ഞാൻ മറന്നുപോയി ഗേസ്. മോഡ് ഓഫ്. ഓക്കെ മോഡ് ഓഫ്. ആ ഗേസ് മോഡ് ഓഫ്. ഇനി നോക്കട്ടെ, ഇനി വരുന്നില്ലല്ലോ ഗേസ്. ഇത് സീക്രട്ട് മുറിയാണ് അവൻ്റെ. ആരടുത്തും ഇങ്ങനെ കയറാല്ല എന്ന് പറഞ്ഞിട്ടുണ്ട് ഗേസ്. ഇത് പിന്നെ തല തിരിഞ്ഞൊക്കെയാണ് ഇരിക്കുന്നത്. ഇത് കണ്ടോ ഗേസ്, ഇതാണ് അമ്മൻ്റെ കട്ടിൽ. ഞാൻ ഇവിടെ ആരും കയറാറില്ല ഗേസ്. ഇവിടെ കയറാനുള്ള വഴിയില്ല കേട്ടോ. ഇങ്ങനെ തള്ളിയിരിക്കും അത്. ഈ കേസ് ഞാൻ ശരിയാക്കണമെങ്കിൽ എനിക്ക് മോഡോൺ ചെയ്യണം. മോഡോൺ ഓക്കെ മോഡോൺ ചെയ്യണം. ഇനി നമുക്ക് ഇങ്ങനെ പോകണം. ഓ പറ്റുന്നില്ല കേസ്. FPS വ്യൂ നോക്കി കേസ്. ഇത് കണ്ടോ, ഞാനൊരു ട്രിക്ക് പറഞ്ഞുതരാം. നിങ്ങൾ FPS വ്യൂ നോക്കി. നോട്ട് സപ്പോർട്ടഡ് എന്ന് കാണിക്കുന്നുണ്ട് RJ സ്റ്റോഡ്. അല്ലാതെ നോക്കി എൻ്റർ ടെക്സ്റ്റ് ഉണ്ട് കണ്ടോ കേസ്. അവിടെ നീങ്ങ് കേസ്. നോക്കി തള്ളി കൊണ്ടുപോകണം. നീങ്ങാൻ കേസ്. ഈ വീട് കുളമാവും. ഈ വീട് ഞാൻ ബിസിനസ് കാര്യത്തിന് വേണ്ടി വെച്ചിരുന്നേ, എന്നിട്ടിത് കുളമാക്കിയാലും. കേറ മോനോ, കയറ്. ചടിക്കരുത്. ഓ മോനെ, വീട് കുറച്ച് അങ്ങോട്ട് നീക്കി കൊണ്ടുവന്ന് വെക്കണം. നമുക്ക് കുറച്ചങ്ങോട്ട് നീക്കിയല്ലോ. ഓക്കെ കേസ് നീക്കിയിട്ടുണ്ട്. ഇപ്പം ഈ വീട് കാണാൻ പൊടിയില്ലേ. പക്ഷെ ഈ വീട് കയറാൻ പറ്റത്തില്ലെന്നേ ഉള്ളൂ കേസ്. ഈ വീട് ഇറങ്ങണമെങ്കിൽ പറ്റത്തില്ല. ഈ വീട് ഇങ്ങനെ തന്നെ ഇരിക്കും, അത്രയേ ഉള്ളൂ. ഇറങ്ങണമെങ്കിൽ പറ്റത്തില്ല. എന്തെങ്കിലുമൊക്കെ ചെയ്ത് നിങ്ങൾ ഇറങ്ങും. ഇത് ഞാനുണ്ടാക്കിയ സിറ്റിയാണ്. ഓക്കെ, നിങ്ങൾക്ക് കളിക്കണം താല്പര്യമുള്ളവരെന്തായാലും പറയുക. ഇറങ്ങണമെങ്കിൽ ഇനിയിപ്പോൾ എന്തെങ്കിലും വഴി എടുത്തേ പറ്റൂ. ഇങ്ങനെ മണ്ടയ്ക്കുന്നങ്ങ് ചാട് എടുത്തിട്ട്. അല്ലാതെ പറ്റത്തില്ല കേസ്. ഇറങ്ങണമെങ്കിൽ അല്ലാതെ ഇനി പറ്റത്തില്ല. മണ്ടയ്ക്ക് നടത്തി ചാടി പറ്റും. ഇൻഫിനിറ്റി ഹെൽത്ത് ഉണ്ടായിട്ട് ഭാഗ്യം. ഓ മണ്ടയ്ക്കൊന്നും ചാടാൻ പറ്റത്തില്ല. കൊള്ളാം. പോ കേസ്. പോകുന്നില്ല കേസ്. താരോട്ട് പോ കേസ്. നമുക്ക് സ്ഥലത്തുനിന്ന് ചാടാം. ചാടി ബ്രോ. എന്താണ് ബ്രോ കേസ്? ഇവൻ ചാടുന്നില്ലല്ലോ കേസ്. ഇവൻ ചാടറാ കേസ്. നോക്കി ഗ്ലാസിൻ്റെ ഉള്ളിൽ കൂടെ പോവാം കേസ്. ബിൽഡിങ് വരെ വീടിൻ്റെ അകത്തായി. കൊള്ളാം. ഞാൻ ഉണ്ടാക്കിയതാണ്. ആരുടെടുത്തും പറയല്ലേ കേസ് ഞാൻ ഇങ്ങനത്തെ കൂറ ഉണ്ടാക്കിയെന്ന്. കൂറയാണ് ഇത്, സാരമില്ല കേസ്. ഇതൊരു കൊള്ളാതെ ചിറ്റിയ. മോഡോണല്ലേ. എനിക്കൊരു കാര്യം മനസ്സിലായി. പൊട്ടിക്കണം കേസ്. കേസ് ഇനി എൻ്റെ ഊഴം. ആ ബിൽഡിങ് അങ്ങ് നശിപ്പിച്ച് കളയാം നമുക്ക്. ഈ ബിൽഡിങ് ബിസിനസ് കാര്യത്തിന് ഇനി ഇല്ല. പൊയ്ക്കോ. ഇനി നമുക്ക് ഈസി ആയിട്ട് പോകാമല്ലോ സുഹൃത്തുക്കളെ. ഇവിടെ നൊട്ട ചാട്ടം. അമ്മേ ഞാൻ തലയിടിച്ച് വീണ് മരിച്ചവൻ ഞാൻ. യെസ്. ഈ ഇവിടെ ഒരു ബിസിനസ് വീട് പോലെയാണ് ഞാൻ വെച്ചേക്കുന്നത്. ഈ വീട് ഞാൻ ഇനി വരത്തില്ല. ഓക്കെ ബൈ വീടേ. ഞാൻ ഇനി വരുന്നില്ല ഇവിടോട്ട്. സ്കൂള് കാണണം കേസ്. നിങ്ങൾക്ക് വേറെ സ്കൂള് വന്നിട്ടുണ്ട്. നമുക്ക് വേറൊരെണ്ണം വിളിക്കാം. ഹലോ B1 വിളിക്കാം കേസ്. നമുക്ക് B1. നേരത്തെ ഞാൻ B2 ആയിരുന്നു വിളിച്ചത്. ഓക്കെ B1 ഇതാണ് കേസ്. B1 ഇത് പൊളിച്ച് കേസ്. ഇതൊരു ബിസിനസ് ഏരിയ എന്ന് വിചാരിക്കും. ഇവിടെ കുറച്ച് സൂപ്പറൊക്കെ എടുത്തിട്ടേക്കാം. അന്നേരം ബിസിനസ് ഏരിയ 2244 ബിസിനസ്മാൻ്റെ സ്ഥലമാണ് ഇവിടെ പിച്ചക്കാരന്മാരൊന്നും വരാൻ പാടില്ല. ഒരു ലംബോർഗിനിയും കൂടി ഇരിക്കട്ടെ. എന്നാൽ വേണ്ട, ഒരു ബുഗാട്ടിയും കൂടെ വെച്ചേക്കാം. ബുഗാട്ടി 800. ഓക്കെ ബുഗാട്ടിയും വന്നു. ചെറിയ വണ്ടിയാണ്. എൻ്റെ വണ്ടി എനിക്ക് ഇപ്പം നിങ്ങൾ നോക്കി. ഇപ്പം ഇതൊരു ബിസിനസ് ഏരിയ പോലെ തന്നെ ഉണ്ടല്ലോ. പിന്നെ ആ സ്ഥലം വെറുതെ തള്ളി നിൽക്കുന്നതേ ഉള്ളൂ. അത് അവിടെ ഒരു ഫോട്ടോ വെച്ചാൽ എല്ലാം മാറും. അവിടെ വെറുതെ ഇങ്ങനെ തള്ളി നിൽക്കുക. അതുപോലെ കുറച്ച് നീക്ക്. ഓക്കെ
നീക്കി നമ്മൾ ഇപ്പം കൊള്ളാമല്ലോ ഗൈസ്. ഇപ്പം പൊളിയായില്ലേ ഇവിടെ. ഇപ്പം നല്ലപോലെ വെക്ക്. എന്നിട്ട് മോഡ് ഓഫ് ചെയ്യാം ഗൈസ് നമുക്ക്, അല്ലെങ്കിൽ പണിയാവും. മോഡ് ഓഫ്. ഓക്കെ, മോഡ് ഓഫ് നമ്മൾ ചെയ്ത്. മോബോയോ ഗൈസ്, മോഡ് ഓഫ് എന്ന് വേണം കൊടുക്കാൻ. ഓക്കെ, മോഡ് ഓഫ്. ഇനി നമുക്ക് സേവ് ഡേറ്റ കൊടുക്കണം. സേവ് ഡേറ്റ കൊടുക്കണം. ഓക്കെ, RGS മോഡ് സേവിങ് എന്ന് കാണും. ഇതാണ്. വേറെ നമ്മൾ പ്ലെയർ പൊസിഷൻ ലോഡ് ചെയ്യേണ്ട. ഇവിടെ സേവ് ചെയ്യണം ഗേസ്. ഇവിടെ നിന്നിട്ട് ഇവിടെ നമുക്ക് സേവ് ചെയ്യാം. സേവ്. ഓക്കെ, സേവ് കിറ്റിനെ കൊടുക്കാം. എന്നിട്ട് ഇവിടെ തന്നെ നിന്നിട്ട് ലോഡ് കൊടുക്കുക. ഓക്കെ, പോളേ കേസ് പോകുന്നില്ല കേസ്. നമുക്ക് അമ്മ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ കേസ്. ഒരു സിറ്റിയാണ്. ആ സ്കൂള് കാണിക്കാൻ ഞാൻ മറന്നുപോയി കേസ്. സ്കൂള് കാണിച്ചേക്കാം നിങ്ങൾ. എൻ്റെ ഇതെല്ലാം പോകും കേസ്. നല്ല സാരമില്ല, വണ്ടീസ് എല്ലാം പോവും. ഞാൻ അവിടെ കുടുങ്ങിയോണ്ടാ പ്രശ്നമായത്. ഇവിടെ ഞാൻ ട്രാപ്പായി കേസ്. വന്നപ്പോൾ തന്നെ ട്രാപ്പായിരുന്നു വന്നപ്പോൾ തന്നെ. ഇതൊരു വലിയ ചലഞ്ച് തന്നെയാണ്. ഇത് കംപ്ലീറ്റ് ആക്കാൻ പറ്റത്തില്ല കേസ്. നമുക്ക് വാക്കിംഗ് ചലഞ്ച് പോലെ കരുതിയിട്ട് പോവാം. മോണെ കേസ്. അയ്യോ, ഞാൻ തലയിടിച്ച് വീണേ കാട്ടുകാരേ കേസ്. ഞാനിങ്ങനെ ഉരുണ്ട് പോവാ. എൻ്റെ ഹെൽത്ത് പോയി. എപ്പച്ചാവും. ഇവിടെ ചത്തില്ല ഞാൻ, പക്ഷെ ഇപ്പം തറയിൽ വീണിച്ചാവും. അത്രയേ ഉള്ളൂ. ഫ്രാഗലിനെ ശ്രദ്ധിച്ചോടാടാ കേസ്. 9129. ഓക്കെ, ഇന്ന് നമുക്ക് എവിടെ വേണമെങ്കിലും പോവാം. നമുക്ക് ഈ മേളിൽ നിന്ന് ചാടാം. ചാടിയിരിക്കുന്നു ഞാൻ ചാവുമെന്ന് തോന്നുന്നു. 9129 എടുത്തിട്ടുണ്ട് ഞാൻ. ഇനിയിപ്പോൾ ചാവത്തില്ലല്ലോ. 9129 എടുത്തിട്ടുണ്ട് ഞാൻ. 9129 ചത്തില്ല കേട്ടോ യെസ്. ഞാൻ ഇൻഫിനിറ്റി എടുത്തിൻ്റെ ഉപകാരമുണ്ട്. എൻ്റെ പുതിയ സ്കൂൾ ഞാൻ കാണിക്കാം യെസ്. പുതിയ സ്കൂളെല്ലാം ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്. സ്കൂളിൽ വണ്ടിയെല്ലാം ഉണ്ടായിരുന്നു കേസ്. വണ്ടിയെല്ലാം ഇപ്പോൾ ഡീസ്പോണായി കാണും. നമുക്ക് ബസ് സ്റ്റേഷൻ വരെ ഒന്ന് പോയിട്ട് വരാം കേസ്. ബസ്സൊക്കെ ഒന്ന് ഓടിച്ച് നടക്കാം നമുക്ക്. ഞാനുണ്ടാക്കിയ സിറ്റിയാണ് കേസ്. നിങ്ങൾക്ക് വേണമെങ്കിൽ കളിക്കാം. ഓക്കെ, ബസ് സ്റ്റേഷൻ. ഓക്കെ, ബസ് സ്റ്റേഷൻ ഇവിടെയാണ് സുഹൃത്തുക്കളെ. എന്നാലും നമുക്ക് ആ സംഭവം കാണിച്ചേക്കാം. സ്കൂൾ ഞാൻ തനിയെ ഉണ്ടാക്കിയൊരു സ്കൂളാണ്. പോലീസ് സ്റ്റേഷനും എല്ലാം ഞാൻ അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട്. എല്ലാം അപ്ഗ്രേഡാണ് സാധനമാണ്. ഓക്കെ, ലെറ്റ്സ് ഗോ. ഇതെല്ലാം ഇടിച്ചിട്ടിട്ട് പോകും ഞാൻ. എൻ്റെ ഇതറിയത്തില്ല. മാറി നിൽക്കും. ബുഗാട്ടിക്കാരനോ അഹങ്കാരമാണ്. ഞാൻ ബസ് ഓടിക്കുന്ന ഒരു പാവമാണ്. ഇനി നമുക്ക് ആ സ്ഥലം വരെ ഇനി പോകണം. ഇത്ര ഓട്ടിക്കണമെന്നറിയാമോ വണ്ടി? ബസ് ഭയങ്കര സ്ലോയാണ്. ലെറ്റ്സ് ഗോ ഗെയ്സ്. നമ്മളെ സംഭവം നമുക്ക് കാണിച്ചേക്കാം. ഓക്കെ, പുതിയ സ്കൂളും കൂടെ കാണിച്ച് നിർത്തുന്നതായിരിക്കും സുഹൃത്തുക്കളെ. ഓക്കെ, എൻ്റെ പുതിയ സ്കൂള് കാണാൻ തോന്നുന്നു. ഒരു സർപ്രൈസാണ്. കണ്ണടച്ചോ യെസ് ഗേസ്, സർപ്രൈസാണ്. യെസ്, ഇതാണ് ഗേസ് ഞാൻ പറഞ്ഞ സ്കൂള്. ഞാൻ ഉണ്ടാക്കിയ സ്കൂളാണ്. അയ്യോ, മരമൊന്നും തട്ടിയിട്ടല്ലേ. ഞാൻ ഇത്ര കഷ്ടപ്പെട്ട് വെച്ച മരമാണ്. അമ്മച്ചേ, ഞാൻ തലയിടിച്ച് വീണേ. മോനെ മാസ് ഡാൻസ് അവൻ്റെ കിടന്നുള്ള ഡാൻസ്. മോനെ നമുക്ക് പോയേക്കാം. നമ്മളെ സ്കൂള്, എൻ്റെ പണ്ടത്തെ സ്കൂള് ഞാൻ ഓർമ്മ എടുക്കുന്നു സുഹൃത്തുക്കളെ. എൻ്റെ പണ്ടത്തെ സ്കൂള്. നമുക്ക് ബസ് സ്റ്റേഷൻ വരെ ഒന്ന് പോകാനുണ്ട്. പെട്രോൾ പമ്പിൻ്റെ അടുത്ത് ബസ് സ്റ്റേഷൻ ഇല്ലേ.
ഇതാണ് കേസ് ഇവിടെ സ്കൂള്. ഇവിടെ വണ്ടിയെല്ലാം വെച്ചു, പക്ഷെ വണ്ടിയെല്ലാം ഡീസ്പോണായി പോയി. എൻ്റെ സ്വന്തം സ്കൂളിൻ്റെ മണ്ടയ്ക്ക് ഇങ്ങനെ കയറി നിൽക്കാനൊക്കെ പറ്റും കേസ്. പക്ഷേ സ്കൂളിൻ്റെ മണ്ടയുടെ ടെറസിൽ ഇവിടെയാണ് കേസ് ഞാൻ ഫുട്ബോൾ കളിച്ചുകൊണ്ടിരുന്നത്. ഫുട്ബോളല്ല, ഇവിടെ ഞാൻ എൻ്റെ കൂട്ടുകാരനും ഞാനും കൂടെ ഇല്ലേ കേസ്. ഇവിടെ എങ്ങാണ്ടാണ് ഞങ്ങളുടെ അടി കൂടിയത്, ഞാനും എൻ്റെ കൂട്ടുകാരനും കൂടെ. അന്നേരം ഞാൻ മറിഞ്ഞു വീണ്. അന്നേരം ഞാൻ സത്യഭാരമായിരുന്നു, എനിക്കൊന്നും പറ്റിയില്ലായിരുന്നു. ഞാനും കൂട്ടുകാരനും കൂടെ പറഞ്ഞ് എൻ്റെ ബോക്സ് എടുത്തോണ്ട് പോയി കൂട്ടുകാരൻ. അന്നേരം ഞാൻ പറഞ്ഞു, എടാ നീ എൻ്റെ ബോക്സ് എടുത്തോടാന്ന് പറഞ്ഞ് അടി കൂടി സ്കൂളിൻ്റെ മണ്ടയ്ക്ക് ഇരുന്നിട്ട് കേസ്. അതെല്ലാം ഒരു ഓർമ്മയാണ്, ഗെയിമിൽ വെച്ച്. ഓക്കെ, പിന്നെ ടെറസിൻ്റെ മണ്ടയ്ക്ക് താഴെ ഒരു ഗ്രൗണ്ട് ഉണ്ട് കേസ്. ആ ഗ്രൗണ്ടിൽ നിന്നാണ് ഞങ്ങൾ ഫുട്ബോളും ക്രിക്കറ്റും എല്ലാം കളിച്ച്. ഇനി ടെറസിൽ നിന്ന് ഞാൻ എത്ര വട്ടം വീണിട്ടുണ്ടെന്ന് നിങ്ങൾക്കറിയാം. ഓക്കെ, ടെറസിൽ വന്നിട്ട് എല്ലാവരുടെ ഗ്ലാസ്സിൽ ഇരുന്ന് അടി കുടിക്കുന്നുണ്ടല്ലോ. എൻ്റെ സ്കൂളിൽ ഇപ്പോൾ പൂട്ടിയേക്കുവാ കേസ്. കണ്ടോ, ക്ലാസ്സിൽ വന്നിട്ട് അടി കൂടാത്തതുകൊണ്ട് ടെറസിൻ്റെ മണ്ടയ്ക്ക് വന്നിട്ട് അടി കൂടുന്നത്. പിന്നെ കണ്ടോ കേസ്, ഈ വാളിലോട്ട് ചാടാൻ ഞാൻ ഒത്തിരി ശ്രമിച്ചിട്ടുണ്ട്, പക്ഷെ പറ്റിയതില്ല. ഇതൊക്കെല്ലാം പണ്ടത്തെ ഓർമ്മയാണ് കേസ്. നിങ്ങൾക്ക് കാണാൻ തോന്നി. ഈ വാളിൻ്റെ ഞാൻ കാണിച്ചുതരാം. ഈ വാള് കണ്ടോ കേസ്, ഈ വാള് ഞാനിപ്പോൾ ഇടിക്കുന്ന വാള്. ഈ വാളിൻ്റെ മണ്ടയ്ക്ക് എനിക്ക് കയറണമെന്നുണ്ടായിരുന്നു കേസ്. നിൽക്കാൻ വേണ്ടി ഞാൻ ഒത്തിരി വീണ്, എൻ്റെ ചോരയെല്ലാം പോയി കേസ്. ഇതെൻ്റെ സ്ഥലം. എൻ്റെ സ്കൂളിപ്പോൾ പൂട്ടിയിട്ടേക്കോ, നീ കാണാൻ തോന്നുന്നു. സ്കൂളിലെ എഴുതിയേക്കുന്നുണ്ടോ കേസ്, ക്ലാസ് 5 ക്ലാസ് 4 എന്നൊക്കെല്ലാം. ഇങ്ങനെ മണ്ടത്തെ ഒരു കാലമാണ് സുഹൃത്തുക്കളെ. ഇതെൻ്റെ സ്ഥലം, ഇതെൻ്റെ ലോകമാണ് സുഹൃത്തുക്കളെ. തൽക്കാലത്ത് ഇറങ്ങി എൻ്റെ ചോര ഇവിടെ കേസ് ഞാൻ വീണ് എൻ്റെ ചോര പറ്റിയത്. ഓക്കെ, അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള കേസ്. ഇഷ്ടപ്പെടുന്ന എന്തായാലും ലൈക്ക് ചെയ്യുക, സബ് ചെയ്യുക. ഓക്കെ, ബൈ. ഓക്കെ, ബൈ.